Hello everyone, welcome back. Corn വെച്ചിട്ട് നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി കോൺ സ്റ്റിക്ക് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത്. കിഡ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 4 കോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. എല്ലാ കോണും ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ കോൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 15-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോൺ കുക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ടൂത്ത് പിക്കാണ്, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു കോൺ എടുത്തിട്ട് ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയിട്ട് കൊടുക്കുക. എന്നിട്ടൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോന്നിലും ഇങ്ങനെ കുത്തി കൊടുക്കുക. വീണ്ടും നൈഫ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കോൺ സ്റ്റിക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ കിട്ടും. കണ്ടോ, വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാ കോണും ഞാനിതാ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള പ്രിപ്പറേഷനിലേക്ക് പോവാം. ഫസ്റ്റ് ആയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോർ ഇല്ലെങ്കിൽ റൈസ് ഫ്ലോർ ചേർത്താലും മതിയും. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയായി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റിക്കും ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നിച്ചിട്ട് കൊടുക്കാതെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് നമ്മളുടെ കോൺ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചാറ്റ് മസാല കൂടി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കളർഫുള്ളായി. കിഡ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ ബി ബാക്ക് സൂൺ വിത്ത് അനദർ വീഡിയോ.